നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ സമ്പാദിച്ചത് തീർന്നുപോകും. ചെലവാക്കേണ്ടി വരും. സ്ഥായിയല്ല. വമാ ഇൻദല്ലാഹി ബാഖ്. സർവേശ്വരനായ സർവശക്തനായ സൃഷ്ടാവായ അല്ലാഹുവിന്റെ അരികത്തുള്ളത് ബാഖിൻ, ഇറ്റേണലാണ്, എവർലാസ്റ്റിംഗ്, എപ്പോഴും നിലനിൽക്കുന്നതാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. രണ്ട് കാര്യങ്ങളെ പറഞ്ഞു. അതുകൊണ്ട് സമ്പാദ്യം നിങ്ങൾ ഇവിടത്തേക്ക് കൂട്ടിവെക്കുന്നത് പരലോകത്തേക്ക് ഉപകാരപ്പെടുത്തണം. കാരണം അവിടെയുള്ളതൊരിക്കലും തീർന്നു പോകില്ല. وَلَنَجْزِيَنَّ الَّذِينَ صَبَرُوا بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ. ക്ഷമ കൈകൊണ്ട ആളുകൾക്ക് അവർ പ്രവർത്തിച്ചതിലും ഏറ്റവും ഭേദമായത് നാം പ്രതിഫലം നൽകുന്നതാണ്. ക്ഷമ കൈകൊണ്ടവർക്ക്. ക്ഷമിക്കുക എന്നത് എളുപ്പമുള്ള വിഷയമല്ല. നമ്മൾ കേൾക്കുന്നതോ നമ്മൾ അറിയുന്നതോ നമ്മളെ വേദനിപ്പിക്കുന്നത് ഒരുപാടുണ്ടാകാം. നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ വീട്ടുകാര്, നമ്മുടെ നാട്ടുകാര്, പൊതുജനങ്ങള്, നമ്മളറിയാത്തവർ, പലരിൽ നിന്നും നമുക്ക് ഒരുപാട് വിമ്മിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടി വരും. ഈ ലോകം അങ്ങനെയാണ്. അവിടെ ക്ഷമിക്കുന്നവരാരോ അവർക്ക് അല്ലാഹു ആ ക്ഷമക്കുള്ള കൂലി മാത്രമല്ല, അതിലും ഭേദമായ ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന ആയത്താണ് ഇവിടെ പ്രസക്തമായ നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. സൽക്കർമ്മം അനുഷ്ഠിക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ വിശ്വാസികളാണെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, ഏറ്റവും സന്തോഷകരമായ ജീവിതം അല്ലാഹു അവർക്കിവിടെ നൽകും. പലപ്പോഴും നമ്മൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ കിട്ടുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. സ്വർഗം മരിച്ചിട്ടല്ലേ കിട്ടുള്ളൂ, ഇവിടെ എന്ത് കിട്ടും? അതിന് മറുപടിയാണ് ഈ ആയത്ത്. മൻ അമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, ലാ യഖ്ബലുല്ലാഹു ഇല്ലാ സ്വാലിഹാ, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ആരാണോ നിങ്ങളിൽ ആണോ പെണ്ണോ, മിൻ ദകരിൻ ഔ ഉൻസാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ നിസ്കാരം നോമ്പും കഴിഞ്ഞാൽ വേറെന്തൊക്കെയുണ്ട് സൽക്കർമ്മങ്ങൾ? ഒരുപാടുണ്ട്. നമ്മുടെ പുഞ്ചിരി പോലും സൽക്കർമ്മമാണ്. ഒരാളുടെ ഒരു വിഷയത്തിൽ സഹതപിക്കുന്നത്, എംപതി, സിമ്പതി കാണിക്കുന്നത്, അതൊരു സൽക്കർമ്മമാണ്. ആരുടെയെങ്കിലും വേദന നിങ്ങൾ അറിയുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്, അതൊരു സൽക്കർമ്മമാണ്. ദിക്റും സ്വലാത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും നമ്മൾ ചെയ്യുന്നു, അത് സ്വാലിഹായ അമലാണ്. അത് നമ്മളും പടച്ചവനും തമ്മിൽ മാത്രമാണ്. പക്ഷെ മറ്റൊരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതിലും വലുതാണ്. അതുകൊണ്ട് ഈ ലോകം ആരെയും വേദനിപ്പിക്കാതെ കഴിഞ്ഞുകൂടുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യമാവേണ്ടത്. ആർക്കും ഉപകാരമൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഉപദ്രവം ചെയ്യാണ്ടിരിക്കുക. എന്ത് കിട്ടും? ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, വളരെ സമാധാനപരമായ സന്തുഷ്ടമായ ജീവിതം ഈ ലോകത്ത് നാം അവർക്ക് കൊടുക്കും.
വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഏറ്റവും നല്ല അവരുടെ കർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലമാണ് നാം നൽകുന്നത്. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കർമ്മങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അള്ളാഹു വിവേചനം ചെയ്യുകയില്ല. പുരുഷന്മാർ ചെയ്തതിന് ഇച്ചിരി കൂടുതൽ, പെണ്ണുങ്ങൾ ചെയ്തതിന് ഇച്ചിരി കുറവ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പുരുഷന്മാർക്ക് കുറവ്, അങ്ങനെയൊന്നും അള്ളാഹു വരുത്തില്ല. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അയാലുകളാണ്. പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് കാരണം പറഞ്ഞത് വഹുവ മുഅ്മിനുൻ, വിശ്വാസമുണ്ടാവണം ഹൃദയത്തിൽ. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് അല്ലാഹു സ്വീകാര്യത നൽകുന്നുള്ളൂ. അതേ പരലോകത്ത് ഉപകാരപ്പെടുള്ളൂ. ഇവിടെ ഒരുപക്ഷെ അതിന് റെക്കഗ്നിഷൻ കിട്ടിയേക്കാം, ആളുകളുടെ ആശീർവാദം കിട്ടിയേക്കാം. പക്ഷെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഹൃദയത്തിനുള്ളിൽ എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഞാൻ ചെയ്യുന്നത്, ഇതിന്റെ പ്രതിഫലം എനിക്ക് അള്ളാഹു തന്നാൽ മതി, ആളുകൾ തരണം എന്നില്ല. അള്ളാഹുവിൽ നിന്നാണ് ഞാനിത് പ്രതീക്ഷിക്കുന്നത്. ഉമ്മയെ വാപ്പയെ പ്രായമായ വല്യമ്മനെ നോക്കുകയാണ്, വല്യമ്മക്ക് വേറെ ആരുമില്ല. അപ്പോ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് ഉമ്മയുടെ ഖിദ്മത്തിന് വേണ്ടി നിൽക്കുകയാണ്. ചിലപ്പോ ഇബ്ലീസ് കയറി വരും, വല്യമ്മാനോട് ആ ഒപ്പിടിച്ചിട്ട് കാലം കഴിഞ്ഞ ആ സ്വത്തിന്റെ പേരിലാക്കി തരാൻ പറയാൻ എളുപ്പമാണല്ലോ. അപ്പൊ കുറെ ഖിദ്മത്തെടുക്കും. വല്യമ്മെങ്ങാനും അറിയാതെ വേറെ ആക്കി എഴുതി കൊടുത്തു എന്ന് അറിഞ്ഞാലോ ആ സേവനം അവിടെ നിർത്തിച്ചപ്പോ പോവുകയും ചെയ്യും. അത് ദുന്യാവിന് വേണ്ടിയുള്ള പണിയാണ്. നേരെ മറിച്ച് ഒരു പ്രായമായ മനുഷ്യനെ ബഹുമാനിക്കുന്നത് ഇന്ന മിൻ ഇജ്ലാലില്ലാഹ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം. മുസ്ലിമായ ഒരു പ്രായമായ ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. പഠിച്ചോനെ, ഞാൻ അതുകൊണ്ട് സേവനം ചെയ്യുകയാണ്, ഞാൻ അതുകൊണ്ട് അവർക്ക് നഴ്സിംഗ് ചെയ്യുന്നു, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അവരെ കെയർ ടേക്ക് ചെയ്യുന്നു. ഇത് ചെയ്യുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ അടുത്ത പ്രതിഫലം കിട്ടാൻ. പടച്ചവൻ സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഇത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമാണ്. ഇതില്ലേ നാളെ പരലോകത്ത് ഉപകാരപ്പെടില്ല. എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട്. അവർക്ക് ഈ ലോകത്ത് അള്ളാഹുവിന് നന്മ കൊടുത്തേക്കും, പരലോകത്തേക്ക് കിട്ടുമോ? വഹുവ മുഅ്മിനുൻ എന്നതിന്റെ ഷർത്താണ്, അതിന്റെ കണ്ടീഷനാണ്. അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂലാണെന്നും അംഗീകരിച്ചവരുടെ കർമ്മങ്ങളെ അള്ളാഹു പരലോകത്തേക്ക് സ്വീകരിക്കുന്നു. അത് പറ്റൂല എന്നൊക്കെ ചിന്താബാധ വെച്ചൊരു കാര്യമുണ്ടോ? അള്ളാഹുവിന്റെ രീതി റബ്ബല്ലേ വിവരിക്കുക. അള്ളാഹു പറയുന്നു ഞാൻ അതേ സ്വീകരിക്കുള്ളൂ. ഖലാസ് വഹുവ മുഅ്മിൻ. റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് ونجني من فرعون وعمله ونجني من القوم الظالمين. ഫറോവയുടെ കൊട്ടാരത്തിന്റെ ആഡംബരങ്ങളിൽ കഴിഞ്ഞിരുന്ന പെണ്ണാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ, ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ. ഈജിപ്തിന്റെ കൊട്ടാരങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങളെക്കാളും വലുതാണ്. അവരുടെ ശവക്കല്ലറയാണ് പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡിന്റെ വലുപ്പവും സൈസും അതിന്റെ സിമെട്രിയും എത്ര വലിയ അത്ഭുതമാണ്. ഖൈറോ നഗരത്തിലെ ജീസ അല്ലെങ്കിൽ ഗീസ എന്ന് പറയുന്ന പ്രദേശത്താണ് പിരമിഡുകളുള്ളത്. രാജാക്കന്മാർ മരിച്ചാൽ നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ പിരമിഡുള്ള സ്ഥലം. നൈൽ നദിയുടെ കിഴക്ക് ഭാഗമാണ് അവരുടെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം. കിഴക്ക് ഉദിക്കുന്ന സ്ഥലമാണ്, അവിടം ജീവിതം. പടിഞ്ഞാറ് അസ്തമയമാണ്. അപ്പൊ മരിച്ചാൽ പിന്നെ അവിടെ അസ്തമിക്കുകയാണല്ലോ. അപ്പൊ മരണപ്പെടുന്നത് നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അവർ മറവ് ചെയ്യുക. അതുകൊണ്ടാണ് ജീസയുടെ ഈ പിരമിഡുകളൊക്കെ നൈലിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പോയ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അത്ഭുതമാണ് അവരുടെയൊക്കെ കൺസ്ട്രക്ഷൻ, അവരുടെയൊക്കെ അതിന്റെ കൃത്യമായ പ്രിസൈസ് കാൽക്കുലേഷൻ. എങ്ങനെ ഇതൊക്കെ ചെയ്തു നമ്മൾ അത്ഭുതപ്പെട്ടു. ആ കൊട്ടാരത്തിൽ
നമ്മുടെ മാതൃകാ വനിതയായിരുന്ന ആസിയ ബീബി റളിയല്ലാഹു അൻഹ ജീവിച്ചത് വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിൽ വിവരിക്കുന്നുണ്ട്. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്. തന്റെ ഭർത്താവാണ്, ഞാനാണ് ദൈവം, ഞാനാണ് പടച്ചവൻ. ഇന്നനി അനല്ലാഹ്, ഞാൻ തന്നെയാണ് ആ അല്ലാഹു എന്ന് വാദിച്ച ഫറോവ റംസീസ് രണ്ടാമൻ. അയാളുടെ ഡെഡ് ബോഡി ഈജിപ്തിലെ സിവിലൈസേഷൻ മ്യൂസിയത്തിലുണ്ട്, ചെന്നാൽ കാണാൻ പറ്റും. താൻ രാജാവ് മാത്രമല്ല ദൈവമാണ്, പടച്ച തമ്പുരാനാണെന്ന് വാദിച്ചിരുന്ന ഫറോവയുടെ വീട്ടിൽ താമസിച്ച ഫറോവയുടെ ഭാര്യ സയ്യിദുന മൂസ അലൈഹിസ്സലാം, ആരെയാണോ ഈ ബീവി ആ ഒരു കൊട്ടയിൽ നിന്ന് പെറുക്കിയെടുത്തത്, നൈൽ നദിയിലൂടെ കൈവരിയിലൂടെ ഒഴുകി വന്ന ആ ഒരു കൊട്ടയിൽ നിന്ന്, മുസനബിയെ നിങ്ങളോടൊരു സ്നേഹം ആസിയ ബീവിയുടെ കൽബിൽ കൊടുത്തത് ഞാനാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലമാണ്, ആൺകുട്ടികളെ കൊല്ലുന്ന കാലമാണ്. ഇസ്രായേൽ മക്കളിൽ ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് വലുതായി ഫറോവയുടെ അധികാരം തട്ടിയെടുക്കുമെന്നാണ് പ്രവചനം. അപ്പൊ അത് മൂസ നബി അലൈഹിസ്സലാം ആയിരുന്നു അത്. പക്ഷേ അല്ലാഹു ഫറോവയുടെ മൂക്കിന്റെ മുന്നിൽ തന്നെ ആ കുഞ്ഞിനെ വളർത്തി, ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു. ആ കുഞ്ഞിനെ നൈൽ നദിയിൽ നിന്ന് ഉമ്മ ഒഴുക്കി വിട്ടതാ, ജനിച്ച കുഞ്ഞിനെ. അത് മറ്റൊരു ഭാഗം നമുക്ക് അത്ഭുതപ്പെട്ടു. കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോ وَإِذَا خِفْتِ عَلَيْهِ فَأَلْقِيهِ فِي الْيَمِّ وَلَا تَخَافِي وَلَا تَحْزَنِي إِنَّا رَادُّوهُ إِلَيْكِ وَجَاعِلُوهُ مِنَ الْمُرْسَلِينَ. ആഫ്രിക്കയാണ് ഈജിപ്ത്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ആഫ്രിക്കയുടെ ഇസ്ലാമിന്റെ പാരമ്പര്യം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിലേക്ക്, നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിലേക്ക് എത്തിച്ചേരും. രണ്ട് പ്രവാചകന്മാർ അവിടെ ദഅവത്ത് ചെയ്തവരാണ്. വേറെയും നബിമാരുണ്ടാവും, നമുക്ക് പേരറിയാത്തവർ. ആ കുഞ്ഞിനെ പെറുക്കിയെടുക്കുമ്പോ ഇത് ഇസ്രായേൽ മക്കളിൽപ്പെട്ടവരായിരിക്കും, ആ കുഞ്ഞിനെ കൊന്നുകളയാമെന്ന് ഫറോവ പറഞ്ഞപ്പോഴാണ് ഈ ബീവി പറഞ്ഞത്, വേണ്ട വേണ്ട, എനിക്ക് മക്കളുണ്ടായില്ലല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞിനെ എന്റെ ഒരു പോറ്റുപുത്രനായി ഞാൻ വളർത്തിയേക്കും എന്ന് പറഞ്ഞ്, ഈ കുഞ്ഞിനെ ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ആ പിഞ്ചു പൈതലിനോട് അടങ്ങാത്ത സ്നേഹവും കാരുണ്യവും വാത്സല്യവും ആസിയാ ബീവിയുടെ മനസ്സിൽ ഇട്ടുകൊടുത്തത്. ഞാൻ എന്നിൽ നിന്ന് നൽകിയ സ്നേഹമായിരുന്നു അത് മൂസ നബിയെ, അല്ലെങ്കിൽ അപ്പോഴേ നിങ്ങളോട് കൊല്ലപ്പെട്ടേനെ. ആ മഹദിയാണ് മൂസ നബി അലൈഹിസ്സലാം പ്രവാചകനായി വന്നപ്പോ പ്രവാചകത്വം സ്വീകരിച്ചത്, നുബുവത്തിനെ അംഗീകരിച്ചത്. ഫറോവക്ക് വേറെയും ഭാര്യമാരുണ്ട്, അവരിൽ ഫറോവക്ക് മക്കളുണ്ട്. ആസിയാ ബീവിയിൽ മക്കളുണ്ടായിട്ടില്ല. ആ മഹദി ക്രൂരമായ വേദനകളും താടനങ്ങളും അനുഭവിച്ചുകൊണ്ട് ഷഹീദത്തായ വനിതയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫറോവയുടെ കൊട്ടാരത്തിന്റെ ആഡംബരങ്ങൾ ആസ്വദിക്കാൻ കഴിയുമായിരുന്ന ഒരു സമയം, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്രം അത് അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു പോന്ന ഒരു പെണ്ണാണ്, മഹദിയാണ്. ആ മഹദിയുടെ മനക്കരുത്തിന്റെ ഒരു ബലം എത്രയായിരുന്നു. ആ മനക്കരുത്തെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടുക മാത്രമല്ല, നിർദാക്ഷിണ്യം മഹദിയെ ക്രൂരമായി കൊല ചെയ്യുകയാണുണ്ടായത്. അതിനു മാത്രം ബീവി ചെയ്തത് എന്റെയും നിന്റെയും രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞത് മാത്രമായിരുന്നു. ശുദ്ധ ഖുർആനല്ലേ ചരിത്രം പറഞ്ഞത്. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين كمل من الرجال كثير. പുണ്യനബി ഞങ്ങൾ പറയുമായിരുന്നു, പുരുഷന്മാരിൽ പരിപൂർണതയുടെ
ഉന്നതിയിലേക്ക് എത്തിയ പുരുഷന്മാർ ഒരുപാടുണ്ട്. വലം യഖുമുൽ മിനൻ നിസാഇ ഇല്ലാ അർബഅ, എന്നാൽ 4 പേരാണ് പെണ്ണുങ്ങളിൽ പരിപൂർണതയിലേക്ക് എത്തിയത്. ആ 4 പേരാരാണ്? ഒന്ന് മറിയം ബിൻതു ഇമ്രാൻ, ഇമ്രാനിന്റെ മോളായ ഈസ നബിയുടെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. വആസിയ ബിൻതു മുസാഹിം, മുസാഹിം എന്നവരുടെ മകളായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഇംറഅതു ഫിർഔൻ. പിന്നെ പറഞ്ഞു ഫാത്തിമ ബിൻതു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവി. പിന്നെയുള്ളത് ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹുന്ന. ഈ 4 മഹദിമാരാണ് പൂർണ്ണതയിലേക്ക് എത്തിയത്. പുരുഷന്മാരിൽ പൂർണ്ണതയിലെത്തിയത് ഒരുപാട് പേരുണ്ട്. ആ പരിപൂർണത കൈവരിച്ച ഒരു മഹദിയെയാണ് ലോകത്തുള്ള ആണിനും പെണ്ണിനും, വിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു ഉദാഹരണമായി വെച്ചിരിക്കുന്നത്. അവരെ പോലെ ആവാൻ കഴിയുമോ? സൂറത്തു തഹ്രീം ആ 2 ഉദാഹരണം പറഞ്ഞു. وضرب الله مثلا للذين آمنوا امرأة فرعون. ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെയാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരണമായി നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ മാതൃക ആസിയ ബീവിയാണത്രേ. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആസിയ ബീവി മാതൃക, പുരുഷന്മാർക്കും മാതൃകയാണ്. ആരായിരുന്നവർ? ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി. ഇദ് ഖാലത്, ബീവിയാണ് പറഞ്ഞത്, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹുവേ നിന്റെ അരികത്ത് ഒരു വീട് എനിക്ക് വേണം സ്വർഗത്തിൽ. സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ, വീട് വേണം എന്ന് പറയുന്നതിന് മുമ്പ് ആരുടെ അടുത്താണത് വേണ്ടത് എന്ന് ആദ്യം പറഞ്ഞു. റബ്ബി ബിനി ലീ ബൈതം ഫിൽ ജന്ന എന്നല്ല, റബ്ബി ബിനി ലീ ഇൻദക, നിന്റെ അരികത്ത് റബ്ബേ, നിന്റെ അരികത്ത് നിന്റെ സാമീപ്യം അറിയണം, നിന്നെ കാണണം. അല്ലാഹുവേ നിന്റെ ദിവ്യമായ സാമീപ്യം അറിയാൻ കഴിയുന്ന വിധം സ്വർഗലോകത്ത് എനിക്കൊരു വീട് നൽകണമേ. റബ്ബി ബിനി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് മതി. ഫറോവയുടെ കൊട്ടാരം എനിക്ക് നഷ്ടമായേക്കും, അതെനിക്ക് പ്രശ്നമല്ല. സ്വന്തം വീട്ടിലേക്ക് പോയിക്കോ എന്നല്ല പറയുന്നത്. ആ കൊട്ടാരത്തിനെ ഇറക്കി വിട്ട് ദാരുണമായി ബീവിയെ കൊല്ലുകയാണ് ചെയ്തത്. വളരെ ദാരുണമായി, നമുക്ക് പറയാൻ പോലും കഴിയില്ല. എത്ര വേദനിച്ചു കാണും. പക്ഷേ മഹദി ഉറച്ചു നിന്നു. അള്ളാഹുവിന്റെ പടച്ചവനെ സംബന്ധിച്ചുള്ള തൗഹീദ് അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ആസിയ ബീവിക്ക് കൊട്ടാരം നഷ്ടപ്പെടില്ലായിരുന്നു, പക്ഷേ പരലോകം നഷ്ടമാകും. പക്ഷെ മഹദി പറഞ്ഞു, പടച്ചവനെ, ഫറോവയും അവന്റെ ആളുകളും എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. വനജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി, ഫറോവയും അവന്റെ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തി തരയണമേ, എനിക്ക് മരണം തരയണമേ. അവരെന്നെ ഉപദ്രവിക്കാൻ പെട്ടെന്ന് മരിപ്പിച്ചേക്ക് റബ്ബേ. വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആൾക്കൂട്ടം അവരോടൊപ്പമുണ്ട്, അവരും എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണേ, നിന്നിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. ഫറോവയുടെ കൊട്ടാരം എനിക്ക് പ്രശ്നമല്ല നഷ്ടമാകുന്നത്, അതിനു പകരം നിന്റെ അരികത്തൊരു വീട് എനിക്ക് നൽകണമേ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയായിരുന്നു ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹാ. പുരുഷന്മാർ പതറാനിടയുള്ള ഒരു സ്ഥലമാണത്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഏത് തിന്മയെയും തലയാട്ടി അംഗീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഇതൊരു പെണ്ണല്ലേ, ഒരു സ്ത്രീയല്ലേ, ദുർബലയല്ലേ. ആ മഹദി കൊട്ടാരത്തിന് ഇറക്കി വിടുക മാത്രമല്ല, വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആളുകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ. എത്ര ആളുകൾ ആ മഹദി ഉപദ്രവിക്കാൻ വന്നു കാണും. ഫറോവയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചുട്ടുപഴുപ്പിച്ച് ചൂടുള്ള ഒരു ഇരുമ്പിന്റെ കഷ്ണം ശരീരത്തേക്ക് കുത്തി നോവിച്ചുകൊണ്ടാണ് മഹദിയെ
അവർ കൊല ചെയ്തത്, മഹദി ഷഹീദാകുന്നത്. പക്ഷെ അല്ലാഹുവിനോട് ചോദിച്ചു, സഅലത്തിൽ ജിവാറ ഖബ്ലദ്ദാർ. അങ്ങനത്തെ മഹദിമാർ. ഇത് വിശ്വാസത്തിന്റെ തീവ്രമായ അനുഭവമാണ്. സത്യം ബോധ്യപ്പെട്ടാൽ അത് കൈവടിയാൻ കഴിയാത്തത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമാണ് ഫറോവയുടെ കൊട്ടാരത്തിലെ ഫറോവയുടെ മറ്റൊരു ഭാര്യയ്ക്ക് ജനിച്ച ഒരു മോളുണ്ട്. ആ മോൾക്ക് മുടി ചീകി കൊടുക്കുമായിരുന്ന, ആ കുഞ്ഞിനെ കുളിപ്പിക്കുമായിരുന്ന മാഷിത്തത്തു ബിൻതി ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണിന്റെ മുടി വാരുന്നവൾ എന്നർത്ഥമുള്ള മാഷിത്ത ബിൻതി ഫിർഔൻ. ആ മഹദിയുടെ ഖൽബിലേക്ക് വിശ്വാസം കടന്നു വന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മിഅ്റാജിന്റെ സംഭവങ്ങൾ വിവരിച്ചെടുത്ത്, ഹബീബായ നബിയുടെ ഹദീസ് ഉദ്ധരിച്ചെടുത്ത് വിഷയം പറയുന്നുണ്ട്. എനിക്ക് സുഗന്ധം അനുഭവപ്പെട്ടു. വജദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വീബ റീഹിഹാ വസകാതഹാ ഫിസ്സമാ. ആകാശലോകത്ത് മഹദിയായ മാഷിത ബിൻതി ഫിർഔൻ എന്ന ഫിർഔനിന്റെ പെണ്ണിന്, മകൾക്ക്, മോൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന പെണ്ണ്, അവരുടെ പേര് നമുക്കറിയില്ല. മാഷിത എന്ന് പറയുന്നത് മുടി വാർന്നു കൊടുക്കുന്നവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മാഷിതത്തു ബിൻതി ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണിന് മുടി വാരുന്നവൾ. ആ മഹദി ദാരുണമായി കൊല ചെയ്യപ്പെട്ടവളാണ്. ഫറോവയുടെ കിങ്കരന്മാർ കൊല ചെയ്തത്. ആ മഹദി, അവരുടെ സുഗന്ധം അല്ലാഹു ആകാശ ലോകത്ത് പരത്തിക്കളഞ്ഞു. മിഅ്റാജിന് ഹബീബായ നബി യാത്ര ചെയ്യുമ്പോ പുണ്യനബി ചോദിച്ചു, വമാ ശഅനുഹാ യാ ജിബ്രീൽ, ഞാൻ അറിയുന്ന ഈ സുഗന്ധം ആരുടേതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇന്ന ഹാദിഹി അൽ മാഷിത, ഇവരാണ് ഫിർഔനിന്റെ മോൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്നവൾ. അവരുടെ സുഗന്ധമാണ് നബിയെ ആകാശലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്നത്. മഹദിയായ മാഷിത ബീവി, അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. ബൈനമാ കാനത് തംഷിതു ബിനത് ഫിർഔൻ, ഫിർഔനിന്റെ മകൾക്ക് മുടി ചീകി കൊടുക്കുമ്പോൾ ഇത് സഖതൽ മിദ്റാർ, ചീർപ്പ് കയ്യിൽ നിന്ന് താഴെ വീണുപോയി. അപ്പൊ പറഞ്ഞു, ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അത് എടുത്തു. അപ്പൊ ഫിർഔന്റെ മോള് ചോദിച്ചു, അബീ, എന്റെ പിതാവ് ഫറോവയാണോ അല്ലാഹു എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? അവള് പറഞ്ഞു അല്ല. ലാ റബ്ബി വറബ്ബുക വറബ്ബു അബീക ഹുവല്ലാഹു അല്ലദീ ഫിസ്സമാ, പ്രപഞ്ചത്തിനതീതമായ ഉന്നതങ്ങളിൽ കഴിയുന്ന അല്ലാഹുവാണ് എന്റെയും നിന്റെയും നിന്റെ ഉപ്പയുടെയും പടച്ചവൻ. പെൺകുട്ടി ചോദിച്ചു, ഞാൻ എന്റെ ഉപ്പയോട് ഇത് പറഞ്ഞു കൊടുക്കും കേട്ടോ. നീ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോ, അഖ്ബിരി, വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോ. അതൊരു വെല്ലുവിളിയായിരുന്നു. ആ പറഞ്ഞു കൊടുത്തതിൽ ഫറോവ, അവലക്കി റബ്ബുൻ ഗൈരി, ഞാനല്ലാത്തൊരു പടച്ചവൻ നിനക്കുണ്ടോ? ആക്രോശിച്ചു തുടങ്ങി. ഖാലത് നഅം, ഉണ്ട്. റബ്ബി വറബ്ബുകല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിലൂടെ ഏതൊരു പടച്ചവനെയാണോ അല്ലാഹു പരിചയപ്പെടുത്തിയത്, ആ പടച്ച തമ്പുരാൻ, ആ അല്ലാഹുവാണ് എന്റെയും ഫറോവ നിങ്ങളുടെയും റബ്ബ് എന്ന് രാജാവിന്റെ മുന്നിൽ ഒരു വേലക്കാരി പെണ്ണ് വിളിച്ചു പറഞ്ഞു. നോക്കണം, അധികാരം കൊണ്ട് എത്രയോ താഴെ കിടക്കുന്ന, അധികാരത്തിന്റെ തുരുമ്പ് പോലുമില്ലാത്ത അതുമൊരു പെണ്ണ്. ആ പെണ്ണിന് ജോലി പോയാൽ രാജാവിന്റെ കൊട്ടാരത്തിന് ഇറക്കി വിട്ടവളാണ് എന്ന പേര് അറിയപ്പെട്ടാൽ തന്നെ വേറൊരു ജോലിയും ആ പെണ്ണിന് കിട്ടില്ല. എന്നിട്ട് പോലും മഹദി സധൈര്യം പറഞ്ഞു, സൃഷ്ടാവായ പടച്ച തമ്പുരാനെ നിഷേധിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്റെ രക്ഷിതാവും നിന്റെ രക്ഷിതാവും അല്ലാഹു തന്നെയാണ്. ഫറോവ ചെയ്ത പണി എന്താണ്? സ്വഹീഹായ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം അഹ്മദ് എന്നവർ, ഇമാം ബസ്സാർ എന്നവർ, ഇബ്നു മാജ ഇവരൊക്കെ ഉദ്ധരിച്ചിരിക്കുകയാണ്. വിശാലമായ ഒരു ചെമ്പ് കൊണ്ടുവരുന്നു, എണ്ണ തിളപ്പിച്ചു. ക്രൂരമായ ദാരുണമായ അന്ത്യം ആ പെണ്ണിനെ ഒരുക്കി വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി, നീ എങ്ങാനും നിന്റെ വാദം തിരുത്തുകയില്ല എങ്കിൽ
ഈ എണ്ണയിലേക്ക് നിന്നെയും നിന്റെ മക്കളെയും ഞാൻ എറിയും. അതുകൊണ്ടൊന്നും എന്റെ വിശ്വാസത്തിന് ഞാൻ അടിയറവ് പറയുകയില്ല എന്ന് പറഞ്ഞ മാഷിത്തത്തു ബിൻത് ഫിർഔൻ, ഒരു വേലക്കാരിയായ സാധുവായ പെണ്ണ്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഒരു ശത്രുവിനോട് നേരിട്ടതിന്റെ അനുഭവം, അതിന്റെ സുഗന്ധമാണ്. ആ പെണ്ണ് ഷഹീദായതിന്റെ സുഗന്ധമാണ് ആകാശലോകങ്ങളിലൂടെ അള്ളാഹു പരത്തിക്കളഞ്ഞത്. ആ സുഗന്ധത്തിലൂടെയാണ് ഹബീബിന്റെ മിഅ്റാജ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഹബീബായ നബി തങ്ങൾ ജിബ്രീൽ തങ്ങളോടാണ് ചോദിക്കുന്നത്. ആകാശലോകത്ത് വെച്ച് നടന്ന സംഭാഷണമാണ് പുണ്യ നബിയുടെ ഹദീസായി നമുക്ക് നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നത്. ഒരു കുഞ്ഞിനെ എറിഞ്ഞു. തിളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ഒരു ജീവനെ അങ്ങോട്ടെറിയുന്നതിന്റെ ഏറ്റവും ക്രൂരമായ ഭാവം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ആ പെണ്ണ് കരയാൻ തുടങ്ങി. സ്വന്തം ശരീരത്തിന്റെ ഭാഗമല്ലേ ഉമ്മയുടെ മക്കള്. ആ പെണ്ണിന്റെ 2 മക്കളെ എറിഞ്ഞു. 3ാമത്തെ കുഞ്ഞിനെ, അതും പാല് കുടിക്കുന്ന പിഞ്ചു പൈതലിനെ ആ എണ്ണയിലേക്ക് എറിയാൻ പിടിച്ചു പറിക്കുമ്പോൾ ആ പെണ്ണൊന്ന് കരഞ്ഞുപോയി. കരഞ്ഞപ്പോൾ ഉമ്മയോട് ആ പിഞ്ചു പൈതലാണ് പറഞ്ഞത്, തകല്ലമ ഫിൽ മഹ്ദി 4. പ്രായമാകുന്നതിന് മുമ്പ് സംസാരിച്ച മക്കൾ 4 പേരുണ്ട് എന്ന് പറഞ്ഞതിൽ ഈസ ഇബ്നു മറിയം, ഇബ്നു മാഷിത, ഷാഹിദ് യൂസുഫ് വസാഹിബ് ഖുറൈശ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. അതിൽപ്പെട്ട ഒരു കുഞ്ഞാണ് ഈ മാഷിത ബീവിയുടെ പൊന്നുമോൻ. ഉമ്മാ, നിങ്ങൾ എന്തിനാണ് ശങ്കിച്ചു നിൽക്കുന്നത്? ഈ ചൂടല്ലാഹു നമുക്ക് തണുപ്പാക്കി തരും, നമുക്ക് നാളെ സ്വർഗം തരും. അതുകൊണ്ട് യാ ഉമ്മാ ഇസ്ബിരി ഫഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. പരലോകത്തിന്റെ അദാബ്, ശിക്ഷയെ തുലനം ചെയ്തു നോക്കിയാൽ ഈ ലോകത്തെ ശിക്ഷ വളരെ ചെറുതാണുമ്മ, അതുകൊണ്ട് പേടിക്കല്ലേ എന്ന് ആ ഉമ്മയോട് പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിനെയും കൈപിടിച്ചുകൊണ്ട് ഈ വലിയ ചെമ്പിലേക്ക് ആ പെണ്ണ് ചാടുന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഫറോവയോട്, എനിക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങളോട് പറയാൻ. ഞാൻ മരണം വരിക്കുന്നത് എനിക്ക് പേടിയല്ല. ഇദാ ഖതൽതനാ, ഞങ്ങളെ മുഴുവൻ നീ കൊന്നുകളയുമ്പോ, എന്റെയും എന്റെ മക്കളുടെയും എല്ലുകൾ ഒരു ഖബറിലെ നിങ്ങൾ വെക്കാവൂ. ഞങ്ങളെ ഖബറിൽ വേർപിരിക്കരുതേ. മരണത്തിൽ ഒരുമിച്ച പോലെ നാളെ ഖബറിലും നിങ്ങൾക്ക് ഒരുമിക്കണം എന്നൊരാഗ്രഹം. അതിന് മറുപടി അത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മഹദി അത് കേട്ടതിന് ശേഷം ആ ചെമ്പിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുകയാണുണ്ടായത്. ഇത്രയും ദാരുണമായ ഒരന്ത്യം സംഭവിച്ചൊരു പെണ്ണിന്റെ കഥ നബി തങ്ങൾ പറയുന്നത് നമ്മൾ പേടിക്കാനല്ല, ഭയപ്പെടുത്താനുമല്ല. പിന്നെയോ വിശ്വാസം, അതിലും കരുത്തുള്ള ഒരു വിശ്വാസത്തിന്റെ മാതൃക നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? അതും ഒരു പെണ്ണിലൂടെ. ഒരു മഹദി ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വിശ്വാസം കൈകൊണ്ടവരെ, സൽക്കർമ്മങ്ങൾ കൂടെ ചെയ്തവരെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ മഹത്വം എത്രയാണ്, എത്ര ഗൗരവമുള്ളതാണ്. നമ്മൾ അല്ലാഹു അക്ബർ ചൊല്ലുന്നു, ബിസ്മില്ല ചൊല്ലുന്നു. നമ്മൾ അറിയുന്നുണ്ടോ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മുടെ വിശ്വാസം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധം സുശക്തമാണോ അല്ലാഹുവിലുള്ള നമ്മുടെ വിശ്വാസം? അത് വലിയ വിഷയമാണത്. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കോലം മാറി നടക്കുമ്പോ, അവനവന്റെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹുവിലുള്ള അപാരമായ വിശ്വാസത്തിന്റെ പേരിൽ അക്രമിയായ രാജാവും ഭരണാധികാരിയുമായ റംസീസ് 2 കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുക മാത്രമല്ല, ദാരുണമായി കൊല ചെയ്യപ്പെട്ട മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം മാഷിത ബീവി റളിയല്ലാഹു അൻഹാ. ഈ ധീരതയുള്ള ഉമ്മമാരിലൂടെയാണ് പക്വമതികളായ മക്കൾ ഈ ഉമ്മത്തിനുണ്ടായത്. അവരിലൂടെയാണ് അടിയുറച്ച ഈമാനിന്റെ സ്ഫുരണമുണ്ടായത്, വെളിച്ചമുണ്ടായത്, ഹൃദയങ്ങൾക്ക് തെളിച്ചമുണ്ടായത്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ
അദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. ഉമ്മമാർ ഏറ്റവും ആദ്യത്തെ പാഠശാലയാണ് എന്ന് കവി പറയുന്നത് ഈ ഈമാനിന്റെ പാഠമാണ് ഒരു ഉമ്മ തന്റെ മക്കൾക്ക് നൽകുന്നതെങ്കിൽ മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന സാരോപദേശം നൽകുന്നത്. മക്കൾക്ക് ബിസ്മില്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും പകരുന്നതിൽ ഏറിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരാണ്. വാപ്പമാർക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അവരെ എല്ലാ തർബീയത്ത് അല്ലാഹു ഏൽപ്പിച്ചത് ഉമ്മമാരെ. എന്തുകൊണ്ട്? മക്കളുടെ ഫിസിക്കൽ പ്രസൻസ്, അവരുടെ ശാരീരികമായ അവരുടെ അറ്റൻഡൻസ് ലഭിക്കുന്നത് ഉമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ. അതിന്റെ പേരിൽ ഉമ്മമാർ അവരാണ് മക്കൾക്ക് ഈമാനിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയിപ്പ് കൊടുക്കേണ്ടത്. മക്കളിൽ കൊച്ചുനാളിൽ 4-5 വയസ്സാകുമ്പോഴേക്കും സുന്നത്തുകൾ അവരെ ശീലിപ്പിക്കേണ്ടത്, അച്ചടക്കം അവരെ ശീലിപ്പിക്കേണ്ടത്. അതിന്റെ മാതൃകകളിൽ മഹാമാതൃകയായ 2 വനിതകളെയാണ് നമ്മളിപ്പോ ഓർത്തത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ, മാഷിത ബിൻത് ഫിർഔൻ, ഫിർഔനിന്റെ മകൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്ന മഹദി. ആ മഹദിയുടെ സുഗന്ധമാണ് നബിയേ ഈ ആകാശ ലോകത്ത് നിങ്ങൾ അനുഭവിച്ചത് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം